ഹായ് ഓൾ, എല്ലാവർക്കും ജോയ് ഓഫ് ലൈറയിലേക്ക് സ്വാഗതം. ഞാൻ സീനു സ്റ്റീഫൻ ചിറയിൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോയുമായിട്ടാണ്. അതും അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പൊ ഫോളിയേജ് പ്ലാന്റ്സിലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അരോയിഡ് പ്ലാന്റ്സിലെ ആന്തൂറിയം ക്രിസ്റ്റാലിനം മിനിയേച്ചർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ അൺബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഫോളിയേജ് പ്ലാന്റ് എവിടെ നിന്നാണ് മേടിച്ചത്, ഇത് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്, അതുപോലെ അതിന്റെ പോട്ടിംഗ് മിക്സ്, ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ തുടർന്ന് പറയുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. ഈ ഹെൽത്തി ആൻഡ് വെൽ റൂട്ടഡ് ആന്തൂറിയം ഞാൻ വാങ്ങിയത് FBയിലെ ഒരു ഗ്രൂപ്പായിട്ടുള്ള അഗ്ലോണിമ ആൻഡ് കലാത്തിയ പ്ലാൻ ലവേഴ്സ് കേരളയിലെ ഒരംഗമായിട്ടുള്ള സിൻസി ഷാജുയുടെ പോസ്റ്റ് കണ്ടിട്ടാണ് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് അവരുടെ യൂട്യൂബ് ചാനലായ മൈ ജംഗ്ലി ഹോം ഗാർഡൻ, അതുപോലെ അവരുടെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഒക്കെ എൻലിസ്റ്റ് ചെയ്ത് മേടിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ പ്ലാന്റ് മേടിച്ചത് അവരുടെ പോസ്റ്റ് കണ്ടിട്ട് നേരെ മെസ്സഞ്ചറിൽ പോയി കോൺടാക്ട് ചെയ്തിട്ടാണ് കേട്ടോ. പ്ലാന്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം FB വഴി ഞാൻ ആദ്യമായിട്ടാണ് പ്ലാന്റ് ഓർഡർ ചെയ്ത് മേടിക്കുന്നത്. അതും ഹെൽത്തി ആൻഡ് വെൽ റൂട്ടഡ് പ്ലാന്റ്സ് FB വഴി കിട്ടുമോ എന്നൊക്കെ വറി ചെയ്തിരുന്നു. പക്ഷേ സിൻസിയുടെ കയ്യിൽ നിന്ന് ഞാൻ 350 റുപ്പീസിനാണ് ഈ ഒരു ആന്തൂറിയം ക്രിസ്റ്റാലിന മിനിയേച്ചർ മേടിച്ചത്. നല്ല ഹെൽത്തി ആയിരുന്നു, വെൽ റൂട്ടഡ് ആയിരുന്നു, അഫോർഡബിൾ റേറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ പാക്കേജിങ്ങും ഗുഡ് ആയിരുന്നു. ഇത്രയും നല്ലൊരു പ്ലാന്റ് അഫോർഡബിൾ റേറ്റിന് തന്നെ സിൻസി ഷാജുവിനാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ആന്തൂറിയത്തിന് പോട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പോട്ടാണ്. അതിൽ ഡ്രെയിനേജ് ഹോൾസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രെയിനേജ് ഹോൾസ് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊട്ടിയ ഓടിന്റെ കഷ്ണങ്ങൾ ആ ഹോൾസിൽ ഇട്ടൊന്ന് മറച്ചു കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സിൽ വെള്ളം കെട്ടി നിന്നിട്ട് റൂട്ട് റോട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഡ്രെയിനേജ് ഹോൾസ് ഒക്കെ ഈ ഒരു ഓടും കഷ്ണങ്ങൾ വെച്ച് മറച്ചെടുക്കുന്നത് കേട്ടോ. നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ആന്തൂറിയം ക്രിസ്റ്റാലിനം മിനിയേച്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പ്ലാന്റിനെ ഈ പോട്ടിലേക്ക് നട്ടു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അരോയിഡ് മിക്സ് ആണ് കേട്ടോ. ഞാനിത് മാക്സിമം ആന്തൂറിയംസിന് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ചില ഫിലോഡെൻഡ്രോൺസിന് ഞാനിത് ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്രോത്ത് ഈ ഒരു പോട്ടിംഗ് മിക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഈ പ്ലാന്റ് നട്ടു കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ ചുവടിലായിട്ട് വേരിലായിട്ട് കുറേ ഈ കൊക്കോപീറ്റ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് അവർ റൂട്ടിങ് ചെയ്തിരിക്കുന്നത്. നമുക്കതിനെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കണം. കാരണം വേരുകൾ പൊട്ടാതെ വേണം മാറ്റി കൊടുക്കാൻ കേട്ടോ. കാരണം എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വേര് ചീയാനായിട്ട് പെട്ടെന്ന് ചാൻസ് ആണ്. കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ വേരിൻ്റെ ഭാഗത്ത് വെള്ളം കൂടി നിന്നിട്ട് അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അത് മാറ്റിയിട്ട് വേണം നമ്മൾ നട്ടു കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ നട്ടതിന് ശേഷം വെള്ളം നനയ്ക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ അരോയിഡ് പ്ലാന്റ്സിൽ ജസ്റ്റ് ഫിംഗർ വെച്ച് നമ്മൾ നോക്കുക. ആ ഒരു പോട്ടിംഗ് മിക്സിൽ വെള്ളം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു സോയിൽ സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിൽ വെള്ളം കൊടുക്കാതിരിക്കുക. അടുത്തത് ടോപ്പ് ലെയർ ഒന്ന് സോയിലിൻ്റെ ടോപ്പ് ലെയർ അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സിൻ്റെ ടോപ്പ് ലെയർ ഒന്ന് വരണ്ടതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം കൊടുക്കുക. അപ്പോൾ ഈ നടുന്നതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1-2 ലെയർ പോട്ടിംഗ് മിക്സ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സോയിലിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ടിലേക്കോ കുറച്ച് സാഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ പിന്നീട് അതിൻ്റെ ടോപ്പ് ലെയർ ഒന്ന് ആ സോയിലിനൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടി. സാഫ് അല്ലാതെ മറ്റേത് ഫംഗിസൈഡ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ഫംഗസ് രോഗങ്ങളോ അല്ലെങ്കിൽ റൂട്ട് റോട്ടോ വന്ന് പ്ലാന്റ് നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നടുന്ന സമയത്ത് നമ്മുടെ പോട്ടിംഗ് മിക്സിൽ ഈർപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വെള്ളം കോരി ഒഴിക്കാണ്ടിരിക്കുക. അത് റൂട്ട് റോട്ട് ഉണ്ടാക്കാനിടയുണ്ട്. നമ്മുടെ ചെടി ഒന്ന് മുളച്ചു കിട്ടുന്നത് വരെ വെള്ളം സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുക. ഇതാണ് നമ്മുടെ ആന്തൂറിയം ക്രിസ്റ്റാലിനം മിനിയേച്ചർ കേട്ടോ. നമ്മൾ FBന്ന് മേടിച്ചെന്ന് പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ ആന്തൂറിയം ക്രിസ്റ്റാലിനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ആദ്യം ഇത് മേടിക്കുമ്പോൾ ഒരു 5 ലീഫേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴതൊരു 8 ലീഫ് പ്ലാന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ പോട്ടിംഗ് മിക്സ് ഞാൻ പറഞ്ഞ അതേ പോട്ടിംഗ് മിക്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതൊക്കെ എന്ന് പറയുന്നത് ഈ ബദാമിൻ്റെ തൊണ്ടുണ്ടല്ലോ, നമ്മൾ ഉപയോഗിച്ച് കഴിയുന്ന ബദാമിൻ്റെ തൊണ്ട്, ഞാൻ തൊണ്ടെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സ്കിൻ പോർഷൻ നമ്മൾ കളയാറുണ്ടല്ലോ, അത് ഞാൻ ഈ പ്ലാന്റിന് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ പ്ലാന്റ് നല്ലൊരു വളർച്ചയെത്തി നിൽക്കുന്ന ഒരു പ്ലാന്റായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച പ്ലാന്റാണ് കേട്ടോ. ഇത് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്ന നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് ഈ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് നാൾ വീഡിയോസൊന്നും ഇടാതിരുന്നത് എൻ്റെ വീഡിയോസിൻ്റെ സേവ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോസൊക്കെ ഡിലീറ്റായി പോയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് പ്ലാൻ വീഡിയോസ് ഇടാന്ന് വെച്ചാൽ നല്ല ഗ്രോത്തൊക്കെ എക്സിബിറ്റ് ചെയ്ത് വരണമല്ലോ. നമ്മളൊരു സാധനം മേടിച്ചിട്ട് അതിന് നല്ല റിസൾട്ട് ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളത് മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ടൈം ആയിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചിട്ട് കുറച്ച് നാളായി, 1.5 മാസത്തോളം വരും കേട്ടോ. 1.5 മാസമായി, കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, 1.5 മാസമായി കാണും. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് മേടിക്കുന്നത്. നിങ്ങൾക്ക് ആ പോസ്റ്റ് കണ്ടാൽ അറിയാം, ആ പോസ്റ്റിൽ ഡേറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൽ അത്രയും നാൾ കഴിഞ്ഞിട്ടാണ് 5 ലീഫായിട്ടുള്ള ഈ പ്ലാന്റ് ഒരു 8 ലീഫായിട്ട് എനിക്ക് എൻ്റെ ഗാർഡനിലിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഈ പോട്ടിംഗ് മിക്സിനെ പറ്റി മറ്റൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായും കമൻറ്റായും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കായുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ഗുഡ് ബൈ.